റൈറ്റിലേക്ക് പെട്ടെന്ന് എയ്സ് തിരികെയും നേരെ പോയ ബൈക്ക് അതിൽ വന്ന് ഇടിക്കുകയും ചെയ്തതാണ്. ഇൻഡിക്കേറ്റർ പോലും ഇടാതെയാണ് എയ്സ് റൈറ്റിലേക്ക് തിരിഞ്ഞത്. ആ ബൈക്കിന് കടന്നു പോകാനുള്ളൊരു സാവകാശം കൊടുത്തിരുന്നെങ്കിൽ, ഒരു സെക്കൻഡ് സാവകാശം കൊടുത്തിരുന്നെങ്കിൽ ആ ബൈക്ക് കടന്നു പോകുമായിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ പയ്യന് പ്രത്യേകിച്ച് കാര്യമായ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ഇൻഡിക്കേറ്റർ എന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ ഏത് സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം എന്നുള്ളൊരു ധാരണയുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടാലും മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് പോകാനുള്ള സമയം കൊടുത്തതിന് ശേഷം നമുക്ക് അവസരം കിട്ടുമ്പോൾ മാത്രമേ തിരിയാവുള്ളൂ. അപകടം നടന്നതിന് ശേഷം തെറ്റ് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി തർക്കിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഈ കാണുന്ന സൈഡിലാണ് ആ ബൈക്ക് വന്നിടിച്ചത്. അവിടെ ആ പൊടിഞ്ഞു കിടക്കുന്നത് ഒരുപക്ഷെ ആ പയ്യൻ്റെ ഒത്തിരി നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം, അവൻ്റെ സ്വപ്നമായിരിക്കാം അവിടെ ആ പൊടിഞ്ഞു കിടക്കുന്നത്. അതാ ഒരു നിമിഷം ആ എയ്സുകാരൻ ഒരു സാവകാശം ആ ബൈക്കിന് കടന്നു പോകാനുള്ള സാവകാശം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. എന്തായാലും ആ പയ്യന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഏതൊരു വാഹനം ഓടിക്കുന്നവരാണെങ്കിലും ബൈക്ക്, ടൂ വീലേഴ്സ് വരുമ്പോൾ ഒരല്പം പരിഗണന ടൂ വീലറിന് നൽകേണ്ടതാണ്. അവരൊരു പക്ഷേ സ്പീഡിലായിരിക്കാം, അല്ലെങ്കിൽ പതുക്കെ ആയിരിക്കാം, അവരെത്ര സ്പീഡിൽ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ നമ്മൾ സൈഡ് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ കടത്തിവിടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടൂ വീലർ ഓടിക്കുന്നവരും എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന് 2 വീലേ ഉള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. എപ്പോഴും ഒരാക്സിഡൻറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഓടിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.